നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നേരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, എന്താണ് ഇന്ന് സംസാരിക്കാൻ പോണെന്ന്? സെൽഫ് ലവ് ആണ്. കാരണം കഴിഞ്ഞ ഓരോ ദിവസവും ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ലൈഫ് കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി ആൾക്കാരുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറിയപ്പോഴേ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് മാമിൻ്റെ ക്ലാസ്സിൽ വന്നിട്ടാണ്. ഞാൻ എന്നെ പറ്റി ഒരിക്കൽ പോലും ഓർത്തിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. ഇന്ന് ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു, എനിക്ക് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ണാടി നോക്കിയിട്ട് ഐ ലവ് യു പറയുന്നു. ജീവിതം മാറി മാം, ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് മാം, താങ്ക് യു എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫ് മാറുന്നത്. എത്ര പേര് അവനവന് ഒരു മൂല്യം കൊടുത്ത് അവനവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്? ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുമോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ? കാരണം പല ആൾക്കാരും സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ തേങ്ങി 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 പുറത്ത് നോക്കുകയാണ്. അതിൽ നിന്ന് മാറി അവനവൻ്റെ മൂല്യം കണ്ടുപിടിക്കാനും അവനവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു യാത്ര ചെയ്യാനും തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ജീവിതം എത്ര മഹത്തായ മനോഹരമായിട്ടുള്ള ഒരു ലൈഫാണെന്ന് നമുക്ക് തോന്നുക. കാരണം ഇത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു കഥയാണ്. ഒരു ഇങ്ങനെ മുൾപ്പടർപ്പൊക്കെ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്ത് മൊത്തം കളയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റോസപ്പൂവ്, നല്ല വെളുത്തൊരു ഒരു റോസ ചെടിയിൽ നല്ല ഭംഗിയുള്ളൊരു വെളുത്തൊരു റോസപ്പൂവ്, ഇങ്ങനെ വലിയൊരു റോസപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞേക്കുവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മുൾപ്പടർപ്പിൻ്റെ ഇടയിലാണ്. കുറച്ച് ഇപ്പം നല്ല കടുത്ത വേനലല്ലേ, ആരും മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ആ ചെടിക്ക് നല്ലോണം വാട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൊച്ചു പെൺകൊച്ചി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റോസപ്പൂവ് ഇങ്ങനെ കാണുവാണ്. ആ റോസപ്പൂവിലേക്ക് നോക്കിയപ്പോഴേ നല്ല ഭംഗിയുള്ള വെൽവെറ്റ് പോലെ ലെതറിൽ നല്ല ഭംഗിയുള്ള ഒരു പൂവ്, പക്ഷെ ആ ചെടി ഉണങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭംഗി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിന് സങ്കടമായി. കാര്യം എന്താ, നല്ല ഭംഗിയുള്ളൊരു റോസപ്പൂവ്, നല്ലൊരു ചെടി. അപ്പോൾ ഇവള് പറയുകയാണ്, ഞാൻ എന്തായാലും ഇതിനെ വീട്ടിൽ കൊണ്ടുപോവാണ്, എന്നിട്ട് ഞാനൊന്ന് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് അതിനെ കുറച്ചൊന്ന് ജീവിപ്പിക്കണം. ഇവിടെ നിന്ന് അതിന് അധികം ദിവസം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടി അതിനെ ഇങ്ങനെ ചുവടോടെ എടുത്ത് അതിനൊരു വെള്ളത്തിൽ കൊണ്ടിങ്ങനെ വെച്ച് അതിൻ്റെ വീടിൻ്റെ ജനലയുടെ സൈഡിൽ കൊണ്ടിങ്ങനെ ബേസ് ചെയ്യുവാണ്. അപ്പോഴാണ് നമ്മളുടെ റോസപ്പൂവിന് ആ ഒരു ഇതിൽ കൂടി ഇങ്ങനെ നോക്കിയപ്പോഴേ എന്ത് ഭംഗിയാണ്. അതിന് പെട്ടെന്ന് ജീവനൊക്കെ വെച്ച് വെള്ളത്തിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ, അപ്പോൾ അതിനൊരു ഉശിരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ റോസപ്പൂവ് അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചപ്പോഴേ അതിന് മനസ്സിലായി, ഞാൻ ഇത്രയും സുന്ദരിയായിരുന്നോ, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ, നമ്മളുടെ മൂല്യം കണ്ടെത്താൻ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് വഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം മാറും. ഈ ഒരു റോസ ചെടിക്ക് പോലും അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷെ അവൻ്റെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഗതി തന്നെ മാറുക ചെയ്തേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ പ്രണയിക്കാറുണ്ടോ? നിങ്ങൾ എന്നാണ് അവസാനമായിട്ട് നിങ്ങളോട് ഒരു ലവ് ലെറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ വളരെ വർഷങ്ങൾ എന്നെ സ്നേഹിക്കാതെ ജീവിച്ച ഒരു പാസ്റ്റ് എനിക്കുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം ചെയ്യണു, എന്നിട്ടും എന്താ എന്നോട് ആൾക്കാർക്കൊരു സ്നേഹം ഇല്ലാത്തത്? അപ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും എൻ്റെ ഉള്ളിൽ വിഷമവും വൈരാഗ്യവും ഒക്കെ വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ എത്ര നന്നായിട്ട് ആൾക്കാരെ സെർവ് ചെയ്തിട്ടും എത്ര നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടും നമ്മളോട് എന്താ ഒരു നല്ല വാക്ക് പറയാത്ത, എന്താണ് നമ്മൾക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടാത്ത? ഇതൊരു വലിയൊരു ക്വസ്റ്റ്യനായിരുന്നു എനിക്ക് എന്നോട് തന്നെ ഉള്ളത്. അപ്പം ഞാനിങ്ങനെ പല മനുഷ്യരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലേക്കുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അവരെ തന്നെയാണ്, പുറത്തല്ല അവരുടെ നോട്ടം. അവരെയാണ് സ്നേഹിക്കുന്നത്.
അപ്പോൾ അവരെ അവർ നന്നായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിന് തന്നെ അവർക്കൊരു മൂല്യം കൊടുക്കുന്നത് കൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യണമുണ്ട്. മറ്റുള്ളവർ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ സ്നേഹിക്കണുണ്ട്. അവരെ സ്നേഹിക്കണില്ല എന്ന് കണ്ടാൽ അവരെ ആ സ്ഥലത്തുനിന്ന് വിട്ടുകളയും. അവർക്ക് അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഏറ്റവും പ്രയോറിറ്റി റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. വേറെ ഏതൊരാൾ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ നല്ല വാക്കുകൾ പറയുക. ഏറ്റവും പോസിറ്റീവായിട്ട് തുടങ്ങുമ്പോൾ തന്നെ പറയാം, ഐ ലവ് യു ഷീജ, ഐ ലവ് യു. നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ നമ്മളൊരു ഗ്രോത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ലൈഫ് കോച്ചിങ്ങിൽ തന്നെ എങ്ങനെ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ ഉണ്ട്. ഒരു കണ്ണാടിയൊക്കെ ഫേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ അത് ടാഗ് ചെയ്യാം. ആ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഒന്ന്, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളോട് മോശമായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുക. അപ്പം തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. നിങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് ക്യാരി ചെയ്യുക. നല്ലവണ്ണം ചിരിക്കുക, നന്നായിട്ട് പുഞ്ചിരിക്കുക, വളരെ പോസിറ്റീവായിട്ടുള്ളത്. നമ്മൾ ഏറ്റവും നല്ല വാക്കുകൾ, ഐ എം ഹെൽത്തി, ഐ എം അമേസിങ്, എന്തൊക്കെയാണ് നമ്മളെപ്പറ്റി ഏറ്റവും നല്ല രീതിയിലേക്ക് പറയാൻ പറ്റുന്നത് ആ വാക്കുകൾ, വളരെ പവർഫുള്ളായിട്ടുള്ള വാക്കുകൾ നമ്മളോട് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കൂട്ടേണ്ട ആൾക്കാരില്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണ, നമ്മളെ സ്നേഹിക്കണ, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യണ നല്ല മനുഷ്യരുടെ കൂടെ ഇരിക്കുക. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അപ്പം അവിടെ നിന്ന് വിട്ടുപിടിക്കുക. കാരണം അങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്ന ജീവിതവും കുളം തോണ്ടാൻ വേറെ ഒരു വഴിയും വേണ്ട. അപ്പോൾ ടോക്സിക് ആൾക്കാരെ ഒഴിവാക്കുക. എന്നിട്ട് നല്ല റിലേഷൻഷിപ്പും നല്ല സപ്പോർട്ട് ചെയ്യണ, നമ്മളുടെ ഗോളിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണ നല്ല ആൾക്കാരെ നോക്കുക. പിന്നെ നിങ്ങളെ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ, നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളില്ലേ അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. നമ്മൾ പ്രാധാന്യം കൊടുക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ചെറിയ ചെറിയ നേട്ടങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. കാര്യം ഈ ഒരു സെലിബ്രേഷനാണ് നമ്മളിലേക്ക് ഒരു ഹാപ്പി ഹോർമോൺസൊക്കെ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പോൾ അത് എപ്പോഴും ചെയ്യുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അക്കൗണ്ടിൽ ഒരു വലിയൊരു ലോട്ടറിയൊക്കെ അടിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു 5 ലക്ഷം രൂപയൊക്കെ മാസ വരുമാനം കിട്ടിയിട്ട് ഞാനത് സന്തോഷിക്കാം. ഇങ്ങനെ ഒന്നുമില്ല. നമ്മൾക്കിപ്പോൾ കിട്ടുന്ന 25,000 രൂപയാണെങ്കിൽ അതിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. കാരണം എന്താ, ഇതുപോലും ഇല്ലാത്ത എത്ര ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും വിജയിയാണ്, ഞാൻ ഇനിയും എൻ്റെ ലൈഫിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകും. ഇങ്ങനെ നമ്മളോട് നല്ല വാക്കുകൾ പറയുക. പിന്നെ എന്താണ്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ലൈഫിൽ ആവറേജ് ആയി പോകും. അപ്പം നമ്മളുടെ ഒരു വ്യത്യസ്തത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുമ്പോൾ അതിൽ പ്രൗഡാവുക. എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, വേറെ യുണീക്ക് പേഴ്സൺ. അപ്പം നമ്മളുടെ വ്യത്യാസം എന്താ, അതാണ് ആ യുണീക്ക്നെസ് ആണ് നമ്മളുടെ വ്യത്യാസം. അപ്പം അതിനെ നമ്മൾ അഭിമാനിക്കുക. ഞാനിപ്പോൾ ആലോചിക്കുന്നു, ഞാനൊരു 19 വയസ്സായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു കോവിഡ് പാൻഡമിക് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് ഇങ്ങനെ ബിസി ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് ലൈഫ് വേണ്ട. എനിക്ക് കുറച്ച് തിരക്ക് എന്നൊക്കെ ഒഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഹാപ്പി ആയിട്ട്, കാരണം ഞാൻ ഇപ്പം തന്നെ അന്ന് ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എനിക്ക് 47 വയസ്സായി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി എന്തായാലും ഇത്രയും വർഷം ഞാൻ ഇങ്ങനെ കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ടായിരുന്നു, ഇനി അതിനോട് മതിയെന്ന് പറയാം. ഇനി എൻ്റെ ഇഷ്ടമൊക്കെ ഉള്ള, എൻ്റെ താല്പര്യമുള്ള, എനിക്ക് എന്നെ അറിയാൻ പറ്റുന്ന, പിന്നെ എനിക്കത് ചെയ്യുമ്പോൾ സന്തോഷമുള്ളൊരു ജോലിയായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. ആ ഒറ്റ റീസൺ കൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ഇക്കിഗായി എന്താണ്, എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്നറിയാമോ, മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു വെളിച്ചമായിട്ട് അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെടലിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയില്ലേ, മാം എൻ്റെ സാലറി കൂടി മാം, കാരണം ഞാൻ ആ ജോലി ശരിക്കും ഇന്ന് ഈ ഒരു ജോലി ഞാൻ നേടിയത് മാം കാരണമാണ്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മാം കാരണമാണ്.
ഇങ്ങനെ പല അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇന്ന് എനിക്കിപ്പോൾ കാനഡയിൽ വിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ ആ കോഴ്സിന് വിടാനായിട്ട് മാമിൻ്റെ ആ ഒരു സപ്പോർട്ടും അഡ്വൈസും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അത്രയും വലിയൊരു ഡിസിഷൻ എടുത്ത് അങ്ങ് വിട്ടത്. ഇങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ലൈഫിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ നേട്ടങ്ങളുടെ ഒരു കാരണമായിട്ട് ഞാൻ മാറുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതെൻ്റെ ഒരു പാഷനാണ്. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക, അവരുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കുന്ന ഒരാളായിട്ട് മാറുക. ഇതെനിക്ക് ഒത്തിരി ഒരു എനർജി തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പാഷൻ എന്താണോ അത് കണ്ടെത്തുക, ആ ഒരു പാഷൻ നമ്മളങ്ങ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ജോലിയൊക്കെ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി. കാര്യം എന്താ, ഇത് സോഷ്യൽ മീഡിയ ആണ്, അത്ര നല്ല ആൾക്കാരല്ല കേട്ടോ, എന്തിനാ വെറുതെ ഈ പുലിവാലൊക്കെ പിടിക്കാൻ പോണേ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കറിയാം ഞാൻ ചെയ്യുന്ന ഒരു ഇൻറ്റൻഷൻ അത്രയും പ്യുവർ ഇൻറ്റൻഷനാണ്. എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. എനിക്കത് ചെയ്യാനായിട്ടുള്ള കഴിഞ്ഞ 33 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. എത്ര അധികം ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു കഴിഞ്ഞ 33 വർഷത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരാൾ വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരുടെ ഐഡൻറ്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്യാൻ, അവരെ ശരിക്കും അവരുടെ കാലിൽ നിർത്താൻ, ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ എനിക്ക് പറ്റും. അപ്പോൾ ഈ ഒരു പാഷനെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റിയപ്പോൾ ഇന്ന് അത്രയധികം ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറാൻ പറ്റി. എൻ്റെ ഓരോ ദിവസവും ഇൻറ്റൻഷനലി പർപ്പസ്ഫുള്ളായിട്ട് ജീവിക്കാൻ, എന്നെ തന്നെ സ്നേഹിക്കാനായിട്ടുള്ള 1000 കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ഒരു ജോലി എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണെന്നറിയാമോ, ഒരു സെൽഫ് ലവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു പാഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ പർപ്പസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മുടെ കോൺഫിഡൻസ് കൂടും, ലൈഫ് മാറും. ഓരോ ദിവസവും എണീക്കാനായിട്ട് അത്ര സന്തോഷം എന്നൊരു ലെവൽ നിങ്ങൾക്കറിയാൻ പറ്റും. എഗെയിൻ സെൽഫ് ലവ് ഒക്കെ ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്നറിയാമോ, അവർ ഭയങ്കര ഇഷ്ടമാണ്. അവർ വളരെ കൈൻഡ് ആയിരിക്കും ആരോട്, അവനവനോട്. മറ്റുള്ളവരോട് നമ്മൾ അല്ലെങ്കിലും കൈൻഡാണ് അല്ലേ. ആരെന്ത് ദ്രോഹം ചെയ്താലും നമ്മൾ ക്ഷമിക്കും. കാര്യം എന്താ, മദർ തെരേസയുടെയൊക്കെ ഒരു പോളിസിയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം എടുത്തേക്കണത്. പക്ഷെ ഏറ്റവും തെണ്ടിയായിട്ട് പെരുമാറുന്നത് അവനവനോട്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളാണ് നിങ്ങളോട് കരുണ കാണിക്കേണ്ടത്. വേറെ ഒരാളും ലോകത്ത് നിങ്ങളോട് നന്നായിട്ട് പെരുമാറണം എന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളോട് കൈൻഡ് ആവുക, നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഗെയിൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾക്ക് ശരിക്കും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ചിന്ത നമ്മളെയും കൊണ്ടുപോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ പറയുമ്പോൾ, ഓരോ നിമിഷവും നമ്മളുടെ ബ്രെയിനിൽ കൂടി എന്താ പോണത് എന്ന് നമ്മളൊന്ന് ഒരു അവബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ചിന്തയല്ല ശരിയാണോ? ഒരിക്കലും അല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് എന്ത് എക്സ്പീരിയൻസ് ആണോ നമ്മൾ കടന്നു പോണത്, നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കണതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടണമെങ്കിൽ ഏറ്റവും ആദ്യം വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകളിലാണ്. ചിന്ത മാറ്റിയാൽ ലൈഫ് മാറും. അപ്പോൾ എല്ലാ ചിന്തയും ശരിയാണോ? ഒരിക്കലും അല്ല. നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, ഇവയൊക്കെ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കും. അപ്പം നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്യണ ഒരു ഫിനാൻഷ്യലി സ്കേഴ്സിറ്റി ഉള്ള ഒരു വീട്ടിലാണ് നമ്മൾ ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് എപ്പോഴും അതിനെ തന്നെയായിരിക്കും നമ്മളുടെ ഇതൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് എല്ലാം ശരിയല്ല. അപ്പം അതിനെ മനസ്സിലാക്കാനും ഒരു ഓപ്പൺ ആയിട്ട് നിങ്ങളെ തന്നെ വെല്ലുവിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ലൈഫ് മാറുന്നത്. എഗെയിൻ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെയും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് അവനവനെ ഇഷ്ടപ്പെടുന്നവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒരാളോടും നമ്മൾ ഒരു വിഴുപ്പും വേറൊരാൾക്ക് വേണ്ടി നമ്മൾ വെക്കില്ല. കാരണം നമുക്കറിയാം നമ്മളുടെ കർമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ ഞാൻ പെരുമാറിയാൽ മാത്രമേ എന്നിലേക്ക് തിരിച്ചു വരുള്ളൂ. പിന്നെ എല്ലാ ആൾക്കാരുടെയും ട്രാമാസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതെ നോ പറയാൻ പഠിക്കുക എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളെല്ലാവരും ഒത്തിരി മിസ്റ്റേക്ക് ചെയ്യും. കാര്യം മനുഷ്യനാണ്, ഹ്യൂമൻ്റെ ഏറ്റവും പ്രത്യേകത എന്താ, ഒത്തിരി മിസ്റ്റേക്കുകൾ ചെയ്യും. അപ്പോൾ ഈ മിസ്റ്റേക്കുകളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കണം. മറ്റുള്ളവരോട് നമ്മൾ ഫോർഗീവ് ചെയ്യും. കാര്യം എന്താ,
നമുക്ക് ഒരാളെയും വിട്ടുകളയാൻ ഇഷ്ടമല്ല, എല്ലാവരോടും പുറത്തു കൊടുക്കാനാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ നമ്മളോട് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. കാരണം എന്താ, നമ്മുടെയൊക്കെ ലൈഫിൽ പാസ്റ്റിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു പാസ്റ്റിൽ കെട്ടിക്കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു കുടുങ്ങലാണ്. ഈ ഒരു ലൂപ്പിൽ ലൈഫില്ല. എവിടെയാണ് ലൈഫ് ഉള്ളത്? ഈ പ്രസന്റ് മൊമെന്റിലാണ്. ഫ്യൂച്ചറിനെ പറ്റി ഒത്തിരി ആലോചിച്ചിട്ടോ നാളെ സംഭവിക്കാൻ പോണ കാര്യങ്ങൾ അനാലിസിസ് നടത്തി പാരലിസിസ് ആയിട്ടോ ഒരു കാര്യമില്ല. ഈ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് കാര്യം. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ലൈഫിൽ സംഭവിച്ച മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം പഠിക്കാനും അതൊരു ലേണിംഗ് ആയിട്ട് എടുക്കാനും ഒക്കെ തുടങ്ങിയ ലൈഫ് മാറും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ കൊണ്ടുപോകണതെങ്കിൽ മനസ്സിലാക്കുക, ഈ നെഗറ്റീവ് ചിന്തയായിട്ട് പോയാൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കൽ പോലും നല്ല ബലം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിറക്കിൾ മോർണിംഗിലൊക്കെ വരാൻ നിങ്ങളോട് ഞാൻ പറയണേ. കാര്യം രാവിലെ എണീറ്റ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും എങ്ങനെ ചിന്ത വെക്കണം എന്നൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 1 hour മാറ്റി വയ്ക്കുമ്പോൾ ലൈഫ് മാറും. ഞാനിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സുകളിൽ കഴിഞ്ഞ 4 വർഷമായിട്ടൊക്കെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ വരുമാനം മാറിയിട്ടുണ്ട്, അവരുടെ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ട്, അവരെ കാണുന്ന ഐഡൻറ്റിറ്റി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവർ എവിടെ പോയാലും അവരവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അവർ തന്നെ ചോദിക്കും, നിനക്ക് എങ്ങനെ ഇത്രയും വ്യത്യാസം വന്നു? ഇപ്പോൾ ഒത്തിരി മനുഷ്യർ, അത്ര അധികം ആൾക്കാരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എൻ്റെ ക്ലാസ്സുകൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് മാറ്റി വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ വരാൻ തുടങ്ങിയാൽ ലൈഫ് മാറും. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറും, ഭയങ്കര പോസിറ്റീവായിട്ട് മാറും. ഇപ്പോൾ ഇന്നലെ എനിക്ക് കിരൺ ദുബായിൽ നിന്നാണ്. അപ്പോൾ കിരൺ പറഞ്ഞു, കിരണിന് ഇപ്പോൾ യുദ്ധമൊക്കെ വന്നപ്പോൾ അവർ കൊടുത്തോണ്ടിരുന്ന അക്കോമഡേഷൻ്റെ അവിടെ നിന്ന് മാറണം, മെസ്സില്ല എന്ന് പറഞ്ഞു. പഴയ അവസ്ഥയാണ്. കിരൺ ഒത്തിരി വിഷമിച്ചെന്നെ. ഇന്ന് കിരൺ പറഞ്ഞു, ഞാൻ ഈ ഒരു 2 മാസമായിട്ട് മാമിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, ഈ ഒരു ക്ലാസ്സുകളുള്ളത് കൊണ്ട് എനിക്കെല്ലാം നല്ലതായിട്ട് വരും എന്നുള്ള ഒരു ചിന്തയുള്ളൂ. നെഗറ്റീവ് എൻ്റെ ഉള്ളിലേക്ക് വന്നില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ ലൈഫിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമുണ്ട്, എനിക്ക് ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു ഡ്രാമയും ഇപ്പം എൻ്റെ ലൈഫിലേക്ക് വന്നില്ല. വളരെ നല്ല നല്ല മനുഷ്യരാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ യുദ്ധസമയത്തും എനിക്ക് ഇത്രയും നന്നായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ ദിവസത്തെ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്ത വന്നാൽ ലൈഫ് മാറില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ എഴുതി കത്തിച്ച് കളയുക. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തനിച്ച് പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ വരിക. ഇപ്പം മിറക്കിൾ മോർണിംഗ് രാവിലെയാണ്. ഈ മാസത്തെ ക്ലാസ് വരുന്നത് ഈ മാസം 20-ാം തീയതി രാവിലെ 5 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ വരിക. ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡിംഗ് എടുക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ചസ് ഭയങ്കരമായിട്ട് വരും. അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ സംസാരിക്കാം, നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കുക. നിങ്ങളുടെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് കാണേണ്ടത്, അല്ലാതെ വേറൊരാളല്ല. അപ്പം ഇങ്ങനെ നിങ്ങൾ പെരുമാറാൻ തുടങ്ങുമ്പോൾ എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കമ്പാരിസൺ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നമുക്ക് നമ്മൾ തന്നെ ഒരു പ്രൊട്ടക്ടറായിട്ട് മാറുക. നമ്മുടെ കരുതൽ, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കുക. എഗെയിൻ മതിൽ പണിയാനും പഠിക്കുക. കാര്യം ചില ആൾക്കാർ വന്നിട്ട് നമ്മളെ ദ്രോഹിക്കാൻ വരും. അങ്ങനെയുള്ള ആൾക്കാരോട് നോ പറയുക. എന്നിട്ട് എവിടം വരെ വരാം, എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടാം, ഇതൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ എൻ്റെ എമറാൾഡ് മെമ്പർഷിപ്പിലോ 1 year മെമ്പർഷിപ്പിലൊക്കെ വന്നാൽ എങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം, എങ്ങനെ മൂവ് ഔട്ട് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പഠിക്കുമ്പോൾ എന്ത് ഗുണമുണ്ടാവും? ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ഒരു സൂപ്പർ വുമണായിട്ട് അല്ലെങ്കിൽ സൂപ്പർ മാനായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുക ചെയ്യണേ. നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തോടെ ജീവിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റീസാണ് ക്ലാസ്സുകളൊക്കെ തന്നത്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവനവനെ ഇഷ്ടപ്പെടാനും അവനവൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലൈഫ് മാറും. കാരണം ഏതൊരു മനുഷ്യനും ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്കതില്ലെങ്കിൽ പോലും അതിനുവേണ്ടി അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. കാരണം നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. വേറെ ഒരാളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മുടെ ലൈഫ് നന്നാക്കി തരില്ല. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ജീവിതം നിലവാരം കൂട്ടണം, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആവണം, എൻ്റെ ജീവിതത്തിൽ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൗഡായിട്ട് എനിക്ക് ജീവിക്കണം. ഇത് നമ്മളുടെ അവകാശമാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റുകയും നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ മുറിവുകളിൽ നിന്ന് അതിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ലൈഫ് മാറും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് കരുതലായി നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് മുന്നോട്ട് പോകാൻ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ, അങ്ങനെ മറ്റുള്ളവർക്കും ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ ആ ഒരു വീഡിയോ ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ എങ്ങനെ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോട് പ്രണയം അല്ലെങ്കിൽ ചങ്ങാത്തം കൂട്ടാം എന്നുള്ളത് ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സുകൾ നമ്മളുടെ മിറക്കിൾ മോർണിംഗിൻ്റെ ക്ലാസ്സുകൾ, ഈ MDLൻ്റെ ക്ലാസ്സുകൾ, മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്നൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഉറപ്പായിട്ടും നിങ്ങളെ ഒരു പോസിറ്റീവ് ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവരാൻ ഈ ക്ലാസ്സുകൾ ഒത്തിരി സഹായിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.